ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 23 ചൊവ്വാഴ്ചയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അമ്പലമായ അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങുകൾ കഴിഞ്ഞു. മാർക്കറ്റിനെ സംബന്ധിച്ചും ഒരുപാട് പ്രതീക്ഷകളാണ് അയോധ്യ തുറന്നിടുന്നത്. മറ്റു വാർത്തകൾ, ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ ഓഹരി വിപണിയായി ഇന്ത്യ ഹോങ്കോങ്ങിനെ മറികടന്നു. ഇന്നലത്തെ US മാർക്കറ്റിലേക്ക് വന്നാൽ ഡൗ ജോൺസ് 38,000 മുകളിലായി ആദ്യമായി ക്ലോസ് ചെയ്തു. S&P 500 പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു. ഇന്നലെ എയർലൈൻ സ്റ്റോക്കുകളിലാണ് അവിടെ റാലി കണ്ടത്. ബിറ്റ്കോയിൻ ഈ വർഷം ആദ്യമായി $40,000 താഴേക്ക് പോയി. എന്തായാലും ഇന്ന് നിഫ്റ്റിയിൽ നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ വീഡിയോയ്ക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. ആദ്യത്തെ സെഗ്മെന്റിലേക്ക്, കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് ആദ്യം പോവാം. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനം കഴിഞ്ഞിരിക്കുന്നു. എക്കോണമിയെ സംബന്ധിച്ച് ഒരുപാട് ഗുണങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു പ്രൊജക്റ്റ് തന്നെയാണ്. ഇന്ത്യക്ക് ഒരു പുതിയ ടൂറിസ്റ്റ് ഹോട്ട്സ്പോട്ട് ലഭിക്കുന്നു. ഇത് പ്രതിവർഷം 50 ദശലക്ഷത്തിലധികം വിനോദസഞ്ചാരികളെ ആകർഷിക്കുമെന്നാണ് ബ്രോക്കേജ് സ്ഥാപനമായ ജെഫ്രീസ് പറയുന്നത്. പുതിയ തൊഴിലവസരങ്ങളും ഹോട്ടലുകളും റിസോർട്ടുകളും ടൂറിസ്റ്റുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകളും വളരും. യാത്രാ ബുക്കിങ്ങിലും വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടായത്. മേക്ക് മൈ ട്രിപ്പിൽ അയോധ്യയിലേക്കുള്ള ബുക്കിങ്ങിൽ 4 മടങ്ങിന്റെ വർധനവുണ്ടായി. കൂടാതെ എക്സിഗോ ആഭ്യന്തര വിമാനത്തിൽ 100% വർധനവും, ട്രെയിൻ യാത്രയിൽ 60% വർധനവുണ്ടായതായും കാണുന്നു. പാൻഡമിക്കിന് മുമ്പ് ഇന്ത്യയുടെ GDPയിലേക്ക് ടൂറിസം 6.8% സംഭാവന നൽകിയിരുന്നത്. 2033 ഇത് 10% ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുകൂടാതെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സിലൂടെയും സർക്കാരിന് ഗണ്യമായ വരുമാനമാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടത്. മറ്റൊരു വാർത്തയിലേക്ക്, ഇന്ത്യയുടെ ഇൻട്രീം ബഡ്ജറ്റിൽ സർക്കാർ അഗ്രികൾച്ചർ ക്രെഡിറ്റ് ടാർഗറ്റ് 22 മുതൽ 25 ട്രില്യൺ രൂപയായി ഉയർത്തിയേക്കും എന്നൊരു വാർത്ത വന്നു. 2024-25 സാമ്പത്തിക വർഷത്തിൽ കാർഷിക വായ്പയ്ക്കായി സർക്കാർ 22 മുതൽ 25 ലക്ഷം കോടി രൂപ പുതിയ ടാർഗറ്റ് വയ്ക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നിലവിൽ അത് 20 ലക്ഷം കോടി രൂപയാണ്. നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് അർഹരായ ഓരോ കർഷകർക്കും ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഉറപ്പാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഘർ ഘർ KCC ക്യാമ്പയിൻ, വീക്ഷിത് ഭാരത് സങ്കൽപ് യാത്ര, PM ജൻമൻ തുടങ്ങിയ സംരംഭങ്ങൾ കിസാൻ ക്രെഡിറ്റ് കാർഡുകളുടെ 100% ഗോളുകളും അച്ചീവ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്തരത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം കൂടി വരുന്നത് മത്സ്യത്തൊഴിലാളികൾ, ഉപേക്ഷിക്കപ്പെട്ട കർഷകർ, ആദിവാസി കർഷകർ തുടങ്ങിയ എല്ലാ മേഖലയിലുള്ള ആളുകളെയും ഈ ശൃംഖലയിലേക്ക് കൊണ്ടുവരിക എന്നാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. സബ്സിഡികളും പലിശ നിരക്കുകളെയും സംബന്ധിച്ച കാര്യങ്ങളും ഇവിടെ പറയുന്നു. ഹ്രസ്വകാല വായ്പകൾക്ക് 2%, സമയബന്ധിതമായി തിരിച്ചടയ്ക്കുന്നതിന് 3% എന്നിങ്ങനെയാണ് പലിശ വരുന്നത്. ഇത്തരത്തിൽ അഗ്രികൾച്ചർ ക്രെഡിറ്റ് ടാർഗറ്റ് വർദ്ധിപ്പിക്കുന്നതിലൂടെ ഗുണം ലഭിക്കാൻ സാധ്യതയുള്ള കമ്പനികൾ കൂടി നമുക്ക് നോക്കാം. പബ്ലിക് സെക്ടർ ബാങ്കുകൾ ഗുണം ലഭിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളും മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഫെർട്ടിലൈസർ കമ്പനികൾ, പെസ്റ്റിസൈഡ് കമ്പനികൾ, സീഡ് കമ്പനികൾ എന്നിവയ്ക്കും ഇതിന്റെ ഗുണം ലഭിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊരു പുതിയ പദ്ധതി കൂടി ഇന്നലെ പ്രഖ്യാപിക്കുകയുണ്ടായി. അതിലേക്ക് വരാം. 1 കോടി വീടുകൾ റൂഫ് ടോപ്പ് സോളാർ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രി സൂര്യോദയ യോജന എന്ന പുതിയ പദ്ധതി പ്രഖ്യാപിച്ചു. അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്ത ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. പാവപ്പെട്ടവരുടെയും ഇടത്തരക്കാരുടെയും വൈദ്യുതി ബിൽ കുറയ്ക്കുകയും ഊർജ്ജ മേഖലയിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുകയുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഈ ഒരു വാർത്ത പവർ സെക്ടറിനെ സംബന്ധിച്ച് വലിയൊരു പോസിറ്റീവ് വാർത്ത തന്നെയാണ്. പ്രത്യേകിച്ച് ടാറ്റ പവർ, വിക്രം സോളാർ എന്നിങ്ങനെയുള്ള കമ്പനികൾ, കൂടാതെ ബാറ്ററി സെഗ്മെന്റിലുള്ള എക്സൈഡ് ഇൻഡസ്ട്രീസ്, ലൂമിനസ് പവർ ടെക്നോളജീസ്, ടാറ്റ പവർ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള കമ്പനികൾ, മാത്രമല്ല ഫിനാൻസിങ് കമ്പനികൾക്കും ഇത് പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. ഈ പറഞ്ഞ പേരുകളൊന്നും ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് ആരും തന്നെ എടുക്കരുത്. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. മാത്രമല്ല നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ കൂടി മറക്കരുത്. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട ഇവന്റ്സുകളിലേക്കാണ് പോകുന്നത്. ആദ്യം തന്നെ വളരെ ചെറിയ ഒരാഴ്ചയാണിത്. ചൊവ്വ, ബുധൻ, വ്യാഴം 3 ദിവസങ്ങൾ മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ. തിങ്കളാഴ്ച റിസൾട്ട് വന്ന കമ്പനികൾ കോഫോർജ്, കോൾഗേറ്റ് പാമോലീവ്, ഒബ്രോയ് റിയാലിറ്റി എന്നീ കമ്പനികളാണ് റിസൾട്ട് വന്ന കമ്പനികൾ. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് സ്റ്റോക്ക് ന്യൂസിൽ പറയാം. ചൊവ്വാഴ്ച ജനുവരി 23 റിസൾട്ട് വരുന്ന കമ്പനികൾ ആക്സിസ് ബാങ്ക്, ഗ്രാനുൾസ് ഇന്ത്യ, ഹാവൽസ് ഇന്ത്യ, ICRA, JSW എനർജി, കർണാടക ബാങ്ക്, KEI ഇൻഡസ്ട്രീസ്, മഹാനഗർ ഗ്യാസ്,
പിഡ്ലൈറ്റ് ഇൻഡസ്ട്രീസ്, റാലിസ് ഇന്ത്യ, REC, യുണൈറ്റഡ് സ്പിരിറ്റ്സ് എന്നീ കമ്പനികളാണ്. ബുധനാഴ്ച റിസൾട്ട് വരുന്ന കമ്പനികൾ ബജാജ് ഓട്ടോ, ബ്ലൂ ഡാർട്ട് എക്സ്പ്രസ്, ബിർള സോഫ്റ്റ്, കാനറ ബാങ്ക്, സിയറ്റ്, CMS ഇൻഫോ സിസ്റ്റംസ്, DLF, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ലോറസ് ലാബ്സ്, റെയിൽടെൽ, ടാറ്റ സ്റ്റീൽ, ടെക് മഹീന്ദ്ര, TVS മോട്ടോഴ്സ്, യൂക്കോ ബാങ്ക് എന്നിവയാണ്. വ്യാഴാഴ്ച റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ACC, സിപ്ല, CN ലിമിറ്റഡ്, ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച്, IGL, JSW സ്റ്റീൽ, SBI ലൈഫ് ഇൻഷുറൻസ്, സിൻജൈൻ എന്നീ കമ്പനികളാണ്. വെള്ളിയാഴ്ച ജനുവരി 26 മാർക്കറ്റ് ഹോൾഡേ ആണ്. ശനിയാഴ്ചയിലേക്ക് വന്നാൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം, യെസ് ബാങ്ക് എന്നീ കമ്പനികളുടെ റിസൾട്ട് ഉണ്ട്. അടുത്തതായി ഈ ആഴ്ച പുറത്തു വരുന്ന പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇന്ത്യൻ ഇവൻസുകളിലേക്കാണ്. തിങ്കളാഴ്ച ചൈന ലോൺ പ്രൈം റേറ്റ് പുറത്തു വന്നു. ചൊവ്വാഴ്ച യൂറോ ഏരിയ കൺസ്യൂമർ കോൺഫിഡൻസ് ഡാറ്റ പുറത്തു വരുന്നുണ്ട്. ബുധനാഴ്ചയിലേക്ക് വന്നാൽ ഇന്ത്യൻ മണി സപ്ലൈ M3 ഡാറ്റ വരുന്നുണ്ട്. UK സർവീസ് PMI ഡാറ്റ, UK മാനുഫാക്ചറിംഗ് PMI, US മാനുഫാക്ചറിംഗ് PMI, US സർവീസസ് PMI എന്നിങ്ങനെ ഒരു പിടി ഡാറ്റകൾ ബുധനാഴ്ച ജനുവരി 24 വ്യാഴാഴ്ച ജനുവരി 25 യൂറോ ഏരിയ ഇൻട്രസ്റ്റ് റേറ്റ്, US GDP ഗ്രോത്ത് റേറ്റ്, US ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് എന്നിങ്ങനെയുള്ള ഡാറ്റകൾ വരുന്നുണ്ട്. വെള്ളിയാഴ്ച പുറത്തു വരുന്ന ഡാറ്റകൾ ഇന്ത്യ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ്, ഇന്ത്യൻ ഡെപ്പോസിറ്റ് ഗ്രോത്ത്, ഇന്ത്യൻ ബാങ്ക് ലോൺ ഗ്രോത്ത് എന്നിവയാണ്. പ്രധാനപ്പെട്ട എല്ലാ വാർത്തകളും അതാത് ദിവസത്തെ ഡെയിലി മാർക്കറ്റ് ന്യൂസിൽ നമ്മൾ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ന്യൂസ് നിങ്ങൾ കൃത്യമായി തന്നെ ഫോളോ ചെയ്യുക. അടുത്ത സെഗ്മെന്റിലേക്ക്, നിഫ്റ്റിയിലേക്ക്. ശനിയാഴ്ച നടന്ന ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റിയും സെൻസെക്സും ഇടിയുകയുണ്ടായി. ചെറിയ വോളിയമായിരുന്നു ശനിയാഴ്ച ഉണ്ടായിരുന്നത്. നിഫ്റ്റി 0.23% ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. സ്ട്രോങ് ആയിട്ടാണ് നിഫ്റ്റി തുടങ്ങിയതെങ്കിലും പക്ഷേ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ ഒരു വോളറ്റൈൽ സെഷന് ശേഷം നെഗറ്റീവിൽ ക്ലോസ് ചെയ്യുകയായിരുന്നു. നിഫ്റ്റി ഇപ്പോൾ 21,500-നും 21,700-നും ഇടയിലാണ്. ഇനി ഈ റേഞ്ചിൽ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് ലഭിച്ചാൽ നിഫ്റ്റി പുതിയ ദിശയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ ഗ്ലോബൽ സിറ്റുവേഷൻസ് ബുൾസിനെ സംബന്ധിച്ച് അത്ര നല്ലതല്ല. അതുകൊണ്ട് തന്നെ നിഫ്റ്റി 21,500-ന് താഴേക്ക് പോയാൽ പിന്നീട് 21,300-ലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ആഴ്ച 1.24% നിഫ്റ്റി ഇടിഞ്ഞത്. വീക്ക്ലി ചാർട്ടിൽ ഒരു ബിയറിഷ് എൻഗൾഫിംഗ് പാറ്റേണിന് സമാനമായ കാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. ഡെയിലി ചാർട്ടിൽ ഒരു ചെറിയ വിക്കോട് കൂടിയ ബിയറിഷ് കാൻഡിലുമാണ് ഫോം ആയിരിക്കുന്നത്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളാണ് നോക്കുന്നത്. കോൾ സൈഡിൽ മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ ആദ്യത്തെ സ്ട്രൈക്ക് 22,500 അതിനുശേഷം 21,700 അതിനുശേഷം 22,000 പുട്ട് സൈഡിലേക്ക് വന്നാൽ 21,000 ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 21,500 അതിനുശേഷം 21,600 ബാങ്ക് നിഫ്റ്റിയിലേക്ക് 46,058 0.78% ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. ഡേ ക്യാൻഡിൽ വലിയ ലോവർ ഷാഡോവും ചെറിയ അപ്പർ ഷാഡോവോടും കൂടിയ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഡേ ക്യാൻഡിൽ ഫോം ആയിരിക്കുന്നത്. എന്നാൽ വീക്ക്ലി ക്യാൻഡിൽ ഒരു ലോങ് ബിയറിഷ് ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ ആഴ്ച HDFC ബാങ്കിൻ്റെ വലിയ ഇടിവ് വന്നതാണ്. കഴിഞ്ഞ വീക്കിൽ 3.5% മുകളിലാണ് ബാങ്ക് നിഫ്റ്റി ഇടിഞ്ഞത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു അപ് ട്രെൻഡിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ 46,300-ന് മുകളിലായിട്ട് ഒരു ക്ലോസിംഗ് ലഭിക്കണം. ഡൗൺ സൈഡിൽ 45,600 ഒരു പ്രധാനപ്പെട്ട ലെവലാണ്. ആ ലെവൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി വീണ്ടും താഴേക്ക് പോകും. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ നോക്കാം. ആദ്യം 48,000-ലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 47,000-ലും അതിനുശേഷം 46,500-ലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 46,000-ലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 45,000-ലും അതിനുശേഷം 45,500-ലുമാണ്. ഇന്ത്യ വിക്സിലേക്ക്. ഇന്ത്യ വിക്സ് ഇടിയുകയുണ്ടായി. 13.80 എന്ന നിലയിൽ 1.90% ഇടിഞ്ഞാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത്. സ്റ്റോക്ക് ന്യൂസിലേക്കാണ്. പ്രധാനപ്പെട്ട ധാരാളം കമ്പനികളുടെ Q3 റിസൾട്ടുകൾ പുറത്തു വന്നിരുന്നു. ആദ്യം റിസൾട്ടിലേക്ക് വരാം. ICICI ബാങ്ക് നെറ്റ് പ്രോഫിറ്റിൽ 23.6% വർധനവ് ഇയർ ഓൺ ഇയറിൽ വന്നു. 10,271.54 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിലും 13.4% വർധനവ് ഇയർ ഓൺ ഇയറിൽ വന്നിട്ടുണ്ട്. 18,678.55 കോടി രൂപയിലാണ് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഉള്ളത്. മറ്റൊരു റിസൾട്ട് പേഴ്സിസ്റ്റന്റ് സിസ്റ്റംസ് ആണ്. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൽ 8.7% വർധനവ് ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നു. 286.1 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. ഇനി റവന്യൂസും 3.6% വർധനവ് ഉണ്ടാക്കിയിട്ടുണ്ട്. 2,498.2 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് മാർജിൻ പെർഫോമൻസും സ്ട്രോങ് ആണെന്ന് കാണാം. മറ്റൊരു കമ്പനി കോഫോർജ് ആണ്.
ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്യുമ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ 31.5% വർധനവാണ് കമ്പനി ഉണ്ടാക്കിയത്. 238 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 2.1% വർധനമാണ് കാണുന്നത്. 2323.3 കോടി രൂപയിലാണ് ക്വാർട്ടർ ടു ക്വാർട്ടറിൽ റവന്യൂ എത്തി നിൽക്കുന്നത്. മറ്റൊരു റിസൾട്ട് വന്ന കമ്പനി കോൾഗേറ്റ് പാമോലീവാണ്. നെറ്റ് പ്രോഫിറ്റിൽ 36% വർധനവ് ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ കമ്പനിക്കുണ്ടായി. 330.11 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 8% വർധനവാണ്. റവന്യൂ ഉള്ളത് 1396 കോടി രൂപയിലാണ്. വളരെ നല്ല റിസൾട്ട് തന്നെയാണ് കോൾഗേറ്റിൽ നിന്നും നമുക്ക് ലഭിച്ചത്. മറ്റ് സ്റ്റോക്ക് ന്യൂസുകൾ. വികാസ് ലൈഫ് കെയർ $79 മില്യൺ ദുബായിലെ സ്കൈ 2.0 ക്ലബിൽ ഗണ്യമായ ഓഹരികൾ ഏറ്റെടുക്കുമെന്ന് കമ്പനി അറിയിച്ചു. മറ്റൊരു കമ്പനി ടാറ്റ മോട്ടോഴ്സാണ്. ഈജിപ്തിലെ വാണിജ്യ വാഹന വിതരണത്തിനായി ടാറ്റ മോട്ടോഴ്സും ഗ്രൂപ്പും സ്ട്രാറ്റജിക് അലയൻസ് ഉണ്ടാക്കുന്നു എന്നൊരു വളരെ സുപ്രധാനമായ ഒരു വാർത്ത. മറ്റൊരു സുപ്രധാനമായ വാർത്ത സി എൻ്റർടൈൻമെൻറ്റിനെ സംബന്ധിച്ചാണ്. മുമ്പ് സോണി പിക്ചേഴ്സും നെറ്റ്വർക്ക്സ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സി എൻ്റർടൈൻമെൻറ്റ് കാൾവർ മാക്സ് എൻ്റർടൈൻമെൻറ്റ്സും ലയിപ്പിക്കാനുള്ള 2021 ഡിസംബർ 22 കരാർ സോണി ഗ്രൂപ്പ് പിൻവലിച്ചു എന്നൊരു വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ന്യൂസ്. ഇന്ന് റിസൾട്ട് വരുന്ന കമ്പനികൾ നമ്മൾ മുൻപേ പറഞ്ഞതാണ്, അതുകൊണ്ട് അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി F&O സെഗ്മെൻറ്റിൽ ബാനായ സ്റ്റോക്കുകൾ: ABFRL, ബൽറാംപൂർ ചിനി മിൽസ്, ഡെൽറ്റ കോർപ്പ്, IEX, IRCTC, നാഷണൽ അലുമിനിയം, OFSS, പോളിക്യാബ്, RBL ബാങ്ക്, സീൽ എന്നീ കമ്പനികളാണ്. മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 11:11 മുതലാണ് എന്ന് നിങ്ങൾക്കറിയാം. 3:30 വരെയാണ് ലൈവ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഒത്തിരിയേറെ നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള സെഷൻ തന്നെയാണ്. നിങ്ങൾക്ക് ഒരുപാട് പഠിച്ചുകൊണ്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന അവസരമാണ്, പാഴാക്കരുത്. ഇനി രാവിലെ 9 മണി മുതൽ തന്നെ നമ്മുടെ സർവീസസ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ട് മുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്കാണ് കിടക്കുന്നത്. ആദ്യം തന്നെ ഇൻട്രാഡേയിൽ നല്ല പ്രോഫിറ്റിലേക്ക് വന്ന സ്റ്റോക്കുകളാണ് നമ്മൾ പറയുന്നത്. ശനിയാഴ്ചത്തെ നമ്മുടെ സ്വിംഗ് സെഗ്മെൻറ്റിലേക്കാണ് ആദ്യം വരുന്നത്. ഇൻട്രാഡേയിൽ നല്ല പ്രോഫിറ്റിലേക്കാണ് നിരവധി സ്റ്റോക്കുകൾ വന്നത്. ആദ്യം ഹഡ്കോ എൻട്രി എടുക്കുന്നത് 171 176.5 എന്ന നില വരെ സ്റ്റോക്ക് അപ്പായി. ഏകദേശം 3.2% സ്റ്റോക്ക് ഇൻട്രാഡേയിൽ അപ്പായത്. നല്ല പ്രോഫിറ്റാണ് നമുക്ക് ലഭിച്ചത്. അടുത്തത് റൈറ്റ്സ് ലിമിറ്റഡ് 628 എൻട്രി എടുക്കുന്നത്. 653 വരെ സ്റ്റോക്ക് അപ്പായി. ഏകദേശം 4% നമുക്ക് പ്രോഫിറ്റായി ഈ സ്റ്റോക്കിൽ ലഭിച്ചു. അടുത്തത് GSFC 309 എന്ന നിലയിൽ എൻട്രി എടുത്ത് 320 വരെ സ്റ്റോക്ക് അപ്പായി. ഏകദേശം 3.5% സ്റ്റോക്കിലും നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. അടുത്തത് HFCL 97.45 എന്ന നിലയിൽ എൻട്രി എടുത്ത് 100.3 വരെ സ്റ്റോക്ക് അപ്പായി. ഏകദേശം 2.90% സ്റ്റോക്ക് അപ്പായി. ഇതുകൂടാതെ ഡിസംബർ 18 HFCL നമ്മൾ 78.35 എന്ന നിലയിൽ എൻട്രി എടുത്തിരുന്നു. 90 വരെയാണ് നമ്മൾ ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത്. ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചു. 100 മുകളിലേക്ക് സ്റ്റോക്ക് അപ്പാവുകയും ചെയ്തു. അടുത്തത് LIC 931 എന്ന നിലയിൽ എൻട്രി എടുത്ത സ്റ്റോക്കിൽ 946 വരെ അപ്പായി. ഏകദേശം 1.5% മുകളിൽ LICയിൽ നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മറ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്വിംഗ് സ്റ്റോക്കുകൾ നോക്കാം. NBCC 92.9 എന്ന നിലയിൽ എൻട്രി എടുത്തു. 102 വരെ സ്റ്റോക്ക് അപ്പായി. നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ഏകദേശം 9.80% സ്റ്റോക്ക് അപ്പായത്. ജനുവരി 19 സ്റ്റോക്ക് നമ്മൾ പറയുന്നത്. അടുത്തത് സ്വാൻ എനർജി 552.6 എന്ന നിലയിൽ സ്റ്റോക്കിൽ എൻട്രി എടുത്തു. 600 ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത്. ഏകദേശം 8% പ്രോഫിറ്റായി നമുക്ക് ലഭിച്ചു. ജനുവരി 13 നമ്മൾ സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്നത്. മറ്റൊരു സ്റ്റോക്ക് IDBI ആയിരുന്നു. 70.15 എന്ന നിലയിൽ എൻട്രി എടുത്ത് 80 ടാർഗറ്റ് ഫിക്സ് ചെയ്ത സ്റ്റോക്കിൽ 14% മുകളിൽ നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. ജനുവരി 16 സ്റ്റോക്കിൽ എൻട്രി എടുത്തത്. മറ്റൊരു ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്ക് RCF ആയിരുന്നു. 174 എന്ന നിലയിൽ എൻട്രി എടുത്ത് 190 വരെ സ്റ്റോക്ക് അപ്പായി. ഏകദേശം 9.20% നമുക്ക് പ്രോഫിറ്റായി സ്റ്റോക്കിൽ ലഭിച്ചത്. അടുത്തത് മിശ്ര ദാത്ത നിഗം ലിമിറ്റഡ് മിഥാനി 450 എന്ന നിലയിൽ സ്റ്റോക്കിൽ എൻട്രി എടുത്തു. 475 വരെയാണ് സ്റ്റോക്ക് അപ്പായത്. ജനുവരി 18 എൻട്രി എടുക്കുന്നത്. ഏകദേശം 5.5% മുകളിൽ നമുക്ക് ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റായി ലഭിച്ചു. അടുത്തത് NHPC ജനുവരി 19 സ്റ്റോക്കിലും എൻട്രി എടുത്ത് 72.9 എന്ന നിലയിൽ എൻട്രി എടുത്തു. 80 ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത്. സ്റ്റോക്ക് 81.4 വരെ അപ്പായി. ഏകദേശം 11.66% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. F&O സെഗ്മെൻറ്റിൽ ഹോൾഡിങ്ങിലുള്ള സ്റ്റോക്കുകൾ നോക്കാം. ആദ്യം
കാനറ ബാങ്ക് 470 CE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 478 ഇപ്പോൾ ഹോൾഡിങ്ങിലാണ്. അടുത്തത് RIC ലിമിറ്റഡ് 460 CE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 469.4 എന്ന നിലയിലാണ്. അടുത്തത് GNFC 760 CE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 761 എന്ന നിലയിൽ. വരുന്ന സെഷനുകളിൽ നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ സാധിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഈ സ്റ്റോക്കിൽ എൻട്രി എടുത്തിരിക്കുന്നത്. എന്തായാലും നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIA ആക്ടിവിറ്റിയാണ്. FIS 545 കോടി രൂപയ്ക്കാണ് ശനിയാഴ്ച സെല്ല് ചെയ്ത്. DIS ആവട്ടെ 719 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തു. ഈ മാസം ജനുവരി മാസം മാത്രം 23,583 കോടി രൂപയ്ക്ക് FIS സെല്ലിങ്ങിലേക്ക് മാറിക്കഴിഞ്ഞു. അതിൽ 22,640 കോടി രൂപയും കഴിഞ്ഞ ആഴ്ചയിലെ സെല്ലിംഗ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അടുത്തത് US മാർക്കറ്റിലേക്ക്. US മാർക്കറ്റുകൾ വീണ്ടും ഉയർന്നാണ് ക്ലോസ് ചെയ്ത്. ഡൗ ജോൺസ് 0.36% ഉയർന്നു. നാസ്ഡാക്ക് 0.32% ഉയർന്നു. S&P 500 0.26% ഉയർന്നുമാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ടെക് സ്റ്റോക്കുകളിൽ വീണ്ടും റാലി തുടർന്നു. Q4 റിസൾട്ടുകളുടെ വെളിച്ചത്തിൽ S&P 500 തിങ്കളാഴ്ച വീണ്ടും റെക്കോർഡ് ക്ലോസിംഗ് രേഖപ്പെടുത്തി. ഈ ആഴ്ച റിസൾട്ടുകൾ വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ നെറ്റ്ഫ്ലിക്സ്, ടെസ്ല, അബോട്ട് ലബോറട്ടറീസ്, ഇന്റൽ, ജോൺസൺ ആൻഡ് ജോൺസൺ തുടങ്ങിയ വലിയ കമ്പനികളുടെ റിസൾട്ട് വരുന്ന ഒരാഴ്ചയാണ്. ഈ ആഴ്ച പേഴ്സണൽ കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ PCE ഇൻഡെക്സും S&P ഗ്ലോബൽ PMI റീഡിംഗ്സും അഡ്വാൻസ് ഫോർത്ത് ക്വാർട്ടർ GDP പ്രിന്റും വരുന്നുണ്ട്. US സെൻട്രൽ ബാങ്കിന്റെ അടുത്ത പോളിസി ഡിസിഷനെ കുറിച്ച് ഒരു ചിത്രം കൂടി ഈ ഡാറ്റ തരും. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. ICICI ബാങ്ക് 2.43% ഉയർന്നു. HDFC ബാങ്ക് 0.47%, ആക്സിസ് ബാങ്ക് 0.29% ഉയർന്നുമാണ് ക്ലോസ് ചെയ്തത്. ഇൻഫോസിസ് 0.65% ഇടിഞ്ഞപ്പോൾ വിപ്രോയും 0.35% ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്തത്. മറ്റൊരു വാർത്ത കൂടിയുള്ളത് ബിറ്റ്കോയിനെ സംബന്ധിച്ചതാണ്. ഈ വർഷം ആദ്യമായി $40,000 താഴേക്ക് ബിറ്റ്കോയിൻ പോയി. US ETF ആഡ് ചെയ്തതിന് ശേഷം ഏകദേശം 10% ബിറ്റ്കോയിൻ ഇടിഞ്ഞത്. ഇനി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡൗ ജോൺസ് 0.06% ഇടിഞ്ഞാണ് ഇപ്പോൾ ട്രേഡിംഗ് നടത്തുന്നത്. S&P 500 0.02%, നാസ്ഡാക്ക് 0.01% എന്നൊരു മ്യൂട്ടഡ് അവസ്ഥയിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകൾ. UK മാർക്കറ്റ് FTSE 0.35% ഉയർന്നാണ് ഇന്നലെ ക്ലോസ് ചെയ്ത്. CAC 0.56%, ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.77% ഉയർന്നുമാണ് ഇന്നലെ ക്ലോസ് ചെയ്ത്. സ്റ്റോക്ക് 600 0.78% ഉയർന്നും ക്ലോസ് ചെയ്തു. ടെക് സ്റ്റോക്കുകൾ തന്നെയാണ് ഇന്നലെയും അവിടെ ഫോക്കസിൽ വന്നത്. ഏകദേശം 2% മുകളിൽ അവിടെ റാലി കണ്ടു. റീറ്റെയിൽ സ്റ്റോക്കുകൾ ഏകദേശം 1% മുകളിൽ ഉയർന്നു. അമേരിക്കൻ ഗ്ലോബൽ റിസർച്ച് ഡൗൺഗ്രേഡ് ചെയ്തതിനെ തുടർന്ന് ജർമ്മനിലെ മുൻനിര ബാങ്കുകളിലൊന്നായ കൊമേഴ്സ് ബാങ്ക് 3.4% ഇടിഞ്ഞു. യൂറോസോൺ കൺസ്യൂമർ കോൺഫിഡൻസ് ഡാറ്റ, പ്രധാനപ്പെട്ട മോണിറ്ററി പോളിസി മീറ്റിംഗുകൾ എന്നിവ ഈ ആഴ്ച നടക്കാനിരിക്കുന്നുണ്ട്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് 0.05% ഉയർന്നും, CAC 0.02% ഉയർന്നും, FTSE 0.02% ഇടിഞ്ഞുമാണ് ട്രേഡിംഗ് നടത്തുന്നത്. ഏഷ്യൻ മാർക്കറ്റുകൾ. ചൈനയിൽ നിന്നും 1 ഇയർ ലോൺ പ്രൈം റേറ്റ് പുറത്തുവന്നു. LPR 3.45% തുടരും. ജപ്പാന്റെ മോണിറ്ററി പോളിസി മീറ്റിംഗ് നടക്കാനിരിക്കുകയാണ്. ബാങ്ക് ഓഫ് അമേരിക്ക, ബാർക്ലീസ് ആൻഡ് INGയുടെ അഭിപ്രായത്തിൽ ബാങ്ക് ഓഫ് ജപ്പാൻ നെഗറ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് പോളിസിയിൽ മാറ്റം വരുത്തില്ല എന്നാണ് പ്രവചിക്കുന്നത്. ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകളിൽ ഗിഫ്റ്റ് നിഫ്റ്റി 21,754 ഇപ്പോൾ 0.34% നേട്ടത്തിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഒരു 120 മുതൽ 130 പോയിന്റ്സിൻ്റെയൊക്കെ ഗ്യാപ്പ് അപ്പ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റേഷ്യൻ മാർക്കറ്റുകളിൽ നിക്കി മാർക്കറ്റ് 0.54% ഉയർന്നാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. തായ്വാൻ മാർക്കറ്റ് 0.37% ഉയർന്നും, സിംഗപ്പൂർ മാർക്കറ്റ് 0.01% നേട്ടത്തിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകൾ. വാരാന്ത്യത്തിൽ ഉക്രൈൻ റഷ്യയിലെ ഒരു പ്രധാന ഇന്ധന ടെർമിനൽ ആക്രമിച്ചതിനെ തുടർന്ന് എണ്ണവില 2% ഉയരുകയുണ്ടായി. ബ്രന്റ് ഇപ്പോൾ ഉള്ളത് $79.89 പെർ ബാരൽ എന്നതിൽ 0.03% ഉയർന്നാണ് ബ്രന്റ് ഉള്ളത്. WTI ഉള്ളത് $74.63 പെർ ബാരൽ എന്ന നിലയിൽ 0.17% ഇടിഞ്ഞുമാണ് ഇപ്പോൾ ട്രേഡിംഗ് നടത്തുന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളും നമ്മുടെ വ്യൂസുമാണ് ഇവിടെ ഷെയർ ചെയ്ത്. ഇതൊന്നും ഒരിക്കലും ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. നന്ദി.